സനയുടെ പ്രോഗ്രാം കൂടുന്നതനുസരിച്ച് സനയുടെ ഉടുപ്പിന്റെ അളവ് കുറയും. ഇയാളിത് പോയി നോക്കിയിട്ടല്ലേ ഇത് കണ്ടത്. ഇത് കമ്പാരിസൺ ഇല്ല. സനയുടെ ഉടുപ്പിന്റെ അളവ് കുറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ ആ കുട്ടി എന്തെങ്കിലും തുറന്നു വെച്ചിട്ടില്ല, എല്ലാം മറച്ചു തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്നാലും അത് പ്രശ്നം തന്നെയാണ്. നമ്മൾ വെറുതെ ഒരു കവലയിൽ പോയി നിന്നാൽ ഷർട്ട് ഇടാത്ത വെറുതെ മുണ്ടോ അല്ലെങ്കിൽ ഒരു ബോക്സറോ ഇട്ട് വന്നിരിക്കുന്ന അപ്പാപ്പന്മാരെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ പുരുഷന്മാർ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ലൈംഗികത ഉണരില്ല. പുരുഷന്മാർക്ക് അത് പെട്ടെന്ന് ഉണരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്ത്രീകൾ അതെല്ലാം മറച്ചു വെച്ച് അവരുടെ ലൈംഗികത ഉണരാതിരിക്കാൻ നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. ഇതാണ് ആ പാട്രിയാർക്കിക്കൽ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, ഇപ്പൊ ഒരു പെൺകുട്ടി രാത്രി പുറത്തിറങ്ങരുത്, പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ പുരുഷൻ പുറത്തിറങ്ങരുത്, എന്നാൽ പീഡനം ഉണ്ടാകില്ലല്ലോ എന്ന് പറയില്ല. ഈ തോട്ടാണ്. ഇപ്പൊ പെൺമക്കളെ അടങ്ങി ഒതുങ്ങി വളരണം, ഡ്രസ്സ് മറയ്ക്കണം, ഷോൾ ഇട്ട് നടക്കണം, സ്ലീവ്ലെസ് ഇടരുത്, ടൈറ്റ് ഡ്രസ്സ് ഇടരുത് എന്ന് പറയുന്നതിനേക്കാളും അപ്പോ അവരുടെ പ്രൊഫഷൻ അനുസരിച്ച് അവർക്ക് വെസ്റ്റേൺ വസ്ത്രങ്ങൾ ധരിക്കാനാണ് താല്പര്യം. അവരുടെ മാറിടങ്ങൾ വലുതായതുകൊണ്ട് അവർക്ക് വെസ്റ്റേൺ ധരിക്കരുതെന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ മ്യൂസിക് കേൾക്കാനാണ് പോകുന്നതെങ്കിൽ അത് കേൾക്കുക, അത് ആസ്വദിക്കുക. അതിനുശേഷം നിങ്ങൾ അവരെ അവിടെ ഉപേക്ഷിച്ച് അവരുടെ വസ്ത്രത്തിൽ കയറി പിടിക്കാതെ തിരിച്ചു വരിക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആതിര വളരെയധികം ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രശസ്ത ഡി ജെ സന കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് വന്നിരുന്നു. അതിന്റെ വീഡിയോ ഒക്കെ പ്രചരിച്ചതിന് പിന്നാലെ ഈ റിവ്യൂവർ പീപ്പിൾ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്ന റിവ്യൂ ചെയ്യുന്ന കുറച്ചധികം ആൾക്കാർ ഇവരെ സ്ലട്ട് ഷെയിം ചെയ്യുന്നു, വളരെ മോശമായി സംസാരിക്കുന്നു, അവരെ വ്യക്തിഹത്യ ചെയ്യുന്നു, അവരുടെ വസ്ത്രത്തിന്റെ പേരിൽ അവരെ അധിക്ഷേപിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഒരു വലിയൊരു വാർത്തയും വിവാദവും ഒക്കെ ആയിരുന്നു. അത്തരത്തിലൊരു റിവ്യൂവിന്റെ താഴെ വന്നിട്ട് ഡി ജെ സന നേരിട്ട് കമന്റ് ചെയ്യുകയാണ്, ദിസ് ഇസ് ഹാർട്ട്ഫുൾ, വളരെയധികം വിഷമം തോന്നുന്ന കാര്യമാണ് എന്ന് പറയുകയാണ്. ഇത്തരത്തിലൊരു പെൺകുട്ടി വന്ന് ഈ റിയാക്ഷൻ ചെയ്യുന്ന ആളുടെ വീഡിയോയുടെ താഴെ വന്ന് വിഷമമാകുന്നു എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഒരുക്കി വെക്കുന്നത് നമ്മൾ സംസ്കാരം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഈ പറഞ്ഞ സദാചാരം തന്നെയല്ലേ? തീർച്ചയായും ഡി ജെ സനയുടെ പ്രൊഫൈല് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ലൊരു ഡി ജെ ആണ്. ഒരുപാട് സെലിബ്രേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരാളാണ് ഡി ജെ സന എന്ന് പറയുന്നത്. അപ്പോ ഡി ജെയില് പർദ്ദ ഇട്ട് വരണമെന്നോ സാരി ഇട്ട് വരണമെന്നോ നമുക്ക് എങ്ങനെ ഒരാളോട് പോയി പറയാൻ പറ്റുന്നത്? ഇപ്പൊ എന്റെ സംസ്കാരവും എന്റെ വസ്ത്രധാരണവും ഒക്കെ എന്റെ മാത്രം ആ ഒരു പ്രൈവസിക്കകത്ത് വരുന്ന ഒരു കാര്യമാണ്. അതില് എനിക്കിഷ്ടമുള്ള രീതിയിൽ, എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ, എനിക്ക് കോൺഫിഡൻസ് തരുന്ന രീതിയിൽ ചെയ്യുക എന്ന് പറയുന്നത് എന്റെ സ്വാതന്ത്ര്യം എന്ന പോലെ മേഘയ്ക്ക് ഇഷ്ടമുള്ളത് ഇടുക എന്ന് പറയുന്നത് മേഘയുടെ സ്വാതന്ത്ര്യമാണ്. ഈ ഡി ജെ സനയുടെ വീഡിയോസിന്റെ ഒക്കെ അടിയില് ഒരുപാട് മലയാളികൾ കമന്റ് ചെയ്യുന്നത് ഒരു രീതിയുണ്ട്. അതിനകത്തിൽ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ കുട്ടിയുടെ മ്യൂസിക് കൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ഫോളോ ചെയ്യുന്നത്. പിന്നെ വേറെ എന്താ കുട്ടിയെ ഫോളോ ചെയ്യാൻ താങ്കൾക്ക് വേണ്ടത്? അവരുടെ പ്രൊഫഷണലി അവർ അറിയപ്പെടുന്നത് ഡി ജെ ആയിട്ടാണ്, മ്യൂസിക് ആണ് അവരുടെ ലോകം. അപ്പോൾ അവരുടെ മ്യൂസിക് കൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവരുടെ ക്യാരക്ടർ. ആ ക്യാരക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള യഥാർത്ഥ കാരണം ആ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അത് തന്നെ പോരെ എല്ലാവർക്കും. നിങ്ങൾ എന്തിനാണ് ഈ വസ്ത്രത്തെ അളക്കാൻ നോക്കുന്നത്? ഡി ജെ സന എന്ന് പറയുന്നത് ഒരു ഡി ജെ നടത്തുന്ന ആളെന്ന് പറയുന്നത് അത്രയധികം എനർജറ്റിക് ആയിട്ട് ആ ഫ്ലോർ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ആ ഒരു ഡി ജെ. എനിക്കൊക്കെ അത്ര മണിക്കൂറുകളോളം നിന്ന് അത്രയും ഓഡിയൻസിനെയൊക്കെ അങ്ങനെ ചിയർ ചെയ്ത് നിൽക്കാനൊക്കെ എനിക്ക് ആ ഒരു കഴിവ് എന്തായാലും ഇല്ല. അതേപോലെ ഈ കുറ്റം പറയുന്ന എത്ര ആൾക്കാർക്ക് ആ ഒരു കഴിവ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് സംശയമാണ്. ഇത്രയും ഒരു വൈഡ് ഓഡിയൻസിന്റെ അടുത്തേക്കൊക്കെ പോയി നിങ്ങൾ ഈ ആ ഒരു പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് കാണണം. നമ്മൾ ഇത്ര സ്ട്രെസ് ആയിട്ട് നിൽക്കുന്ന ജീവിതത്തിനകത്തിൽ ആ കിട്ടുന്ന 1-2 മണിക്കൂറുകൾ എന്ന് പറയുന്നത് അവരതെല്ലാം മറന്ന് ആ ഡി ജെ സനയോടൊപ്പം അവിടെ നിന്ന് ആർത്ത് തുള്ളി എല്ലാം ആഘോഷിച്ചതിന് ശേഷം ഇവരുടെ പ്രൊഫഷണലി ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ടാണ് ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ വിളിക്കുന്നത്, ബുക്കിംഗ്സ് ഉണ്ടാകുന്നത്. അതാണ് അവരുടെ രീതി, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ ആണത്. അതിനകത്തിൽ ഒരു പരിധിയൊക്കെ ഇല്ലേ? കുറെയൊക്കെ നമ്മൾ കണ്ടില്ല എന്നൊക്കെ നടിക്കും. കാരണം എന്റെ പ്രൊഫഷൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ചെയ്യും. പക്ഷെ സംസ്കാരരഹിതരാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാരണം കുട്ടികളുമായി നിന്നൊരു സെൽഫി എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തിൽ കുട്ടികളെ അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് സന ഒരു ദോഷമാണ്. ഈ രീതിയിലൊക്കെ പലരും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. അതേപോലെ ഈ പീഡനങ്ങളെയൊക്കെ നോർമലൈസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബേസിക്കലി ഈ പറഞ്ഞ വസ്ത്രധാരണത്തിന്റെ പേരിൽ പെൺകുട്ടികളെ സ്ലട്ട് ഷെയിം ചെയ്യുന്ന ആൾക്കാർ പറയുന്ന ഏറ്റവും വലിയ ആദ്യത്തെ പോയിന്റ് ഇതാണ്. പിന്നെ എങ്ങനെയാ പീഡനങ്ങൾ കുറയുന്ന കേരളത്തിൽ?
ഒരു സ്ത്രീ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി നിൽക്കുന്നത് നിങ്ങൾക്ക് പീഡിപ്പിക്കാനോ നിങ്ങൾക്ക് തുറിച്ചു നോക്കാനോ പോയി തൊട്ടു നോക്കാനോ ഉള്ള ലൈസൻസ് അല്ല. ഇപ്പോ ആതിര നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രൈവസിയാണ്. ഇപ്പൊ ഞാൻ ഇടുന്ന എന്റെ വസ്ത്രധാരണം പോലെ അല്ല എന്റെ അമ്മയുടെ വസ്ത്രധാരണം. ഇപ്പൊ അമ്മയ്ക്ക് സാരി ഉടുക്കുന്നതായിരിക്കും കംഫർട്ടബിൾ, അമ്മ നാളെ ജീൻസും ടീഷർട്ടും ഇട്ട് വരില്ല, അത് അമ്മയുടെ രീതിയാണ്. ഇപ്പൊ ഞാൻ ജീൻസും ടീഷർട്ട് ഇട്ട് വരും, നാളെ എനിക്ക് സ്വിം സ്യൂട്ട് ഇട്ട് ഇവിടെ വന്നിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നാളെ ഒരു ദിവസം ആ ബുദ്ധിമുട്ട് മാറില്ല എന്നില്ല. അതുപോലെ ഒരു പെൺകുട്ടി ഒരു സ്വിം സ്യൂട്ട് ഇട്ട് വന്നു എന്ന് പറഞ്ഞ് എനിക്ക് ആ കുട്ടിയെ ലക്ഷ്യം ചെയ്യാനുള്ള അധികാരമില്ല, അത് അവളുടെ ഇഷ്ടമാണ്. ആ കുട്ടിക്ക് അത്രയും കോൺഫിഡന്റ് ആയതുകൊണ്ട് കംഫർട്ടബിൾ ആയതുകൊണ്ട് ആ വസ്ത്രം ധരിച്ചു. ഈ മൈൻഡിൽ എന്തുകൊണ്ട് അത് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വസ്ത്രധാരണം എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്ന് തന്നെ ഒക്കേഷൻസ് അനുസരിച്ച് വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. അതിന്റെ അകത്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ വസ്ത്രം ധരിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ബീച്ച് സൈഡിൽ ഇപ്പൊ ഗോവയിൽ പോയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറയാൻ പറ്റും എല്ലാവരുടെ സാരി ഉടുത്തിട്ട് അവിടെ സൺബാത്ത് ചെയ്താൽ മതി എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം ആ ഒക്കേഷൻ അനുസരിച്ച് നിർമ്മിച്ചിരിക്കുന്ന വസ്ത്രമാണ് സ്വിംസ്യൂട്ട് എന്ന് പറയുന്നതും ബിക്കിനി എന്ന് പറയുന്നതും ആ ഒരു ഒക്കേഷൻ അനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഫാക്ടറാണ്. പക്ഷെ ബിക്കിനി ഇട്ടിട്ട് സ്കൂളിലേക്ക് നമ്മളോട് പറയാൻ അല്ലെങ്കിൽ അങ്ങനെ ആരോടും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വിയേർഡ് തോന്നും. കാരണം ആ ഒക്കേഷൻ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഒരു ഡി ജെ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ ഒരു ഡി ജെ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടതാ, സനയുടെ പ്രോഗ്രാം കൂടുന്നതനുസരിച്ച് സനയുടെ ഉടുപ്പിന്റെ അളവ് കുറയുന്നു. ഇയാളിത് പോയി നോക്കിയിട്ടല്ലേ ഇത് കണ്ടത്? സനയുടെ മ്യൂസിക് മാത്രം അല്ലെങ്കിൽ സനയുടെ ആദ്യകാല മ്യൂസിക്കുകളായിക്കട്ടെ ഇപ്പൊ മ്യൂസിക് പോരാ, അല്ലെങ്കിൽ ഇപ്പൊ സനയുടെ മ്യൂസിക് ഭയങ്കര, ഇത് കമ്പാരിസൺ ഇല്ല. സനയുടെ ഉടുപ്പിന്റെ അളവ് കുറഞ്ഞു. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. DJ സന എന്ന് പറയുന്ന വ്യക്തി DJing സ്റ്റാർട്ട് ചെയ്യുന്നത് 2015-ലാണ്. 11 വർഷങ്ങളാകുന്നു. 11 വർഷങ്ങൾക്ക് ഇപ്പുറവും സംസാരിക്കുന്നത് DJ സന എന്ന വ്യക്തിയുടെ മ്യൂസിക് അല്ല, വസ്ത്രമാണ്. ആ വസ്ത്രം അങ്ങനെയാണ്, ആ ബട്ടൺസ് 2 തുറന്നിട്ടിരിക്കുന്നു, ആ ഉടുപ്പ് ടൈറ്റ് ആയി പോയി, ഇങ്ങനെയാണോ കുട്ടികൾ വരുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന് ചോദിക്കാൻ തോന്നുന്നത് ഈ പറഞ്ഞ സദാചാര തോട്ട്സ് ആണ്. ഈ ഡ്രസ്സ് ഇപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, ഈ ഡ്രസ്സ് മോശമാണ്, ഈ ഡ്രസ്സ് നല്ലതാണ്. ഇപ്പോ ആ കുട്ടി എന്തെങ്കിലും തുറന്നു വെച്ചിട്ടില്ല, എല്ലാം മറച്ചു തന്നെയാണ് വെച്ചിട്ടുള്ളത്, എന്നാലും അത് പ്രശ്നം തന്നെയാണ്. ഇത് പ്രശ്നമാകുന്നത് കുറെ ഈ ഒരു പാട്രിയാർക്കിയൽ തോട്ടിൽ നിന്നാണ്. സ്ത്രീകൾ ശരീരം മറക്കേണ്ടവരാണ്. പക്ഷെ ഇപ്പുറത്ത് നമ്മൾ വെറുതെ ഒരു കവലയിൽ പോയി നിന്നാൽ ഷർട്ട് ഇടാത്ത വെറുതെ മുണ്ടോ അല്ലെങ്കിൽ ഒരു ബോക്സറോ ഇട്ട് വന്നിരിക്കുന്ന അപ്പാപ്പന്മാരെ നമുക്ക് കാണാൻ പറ്റും. അതിനൊന്നും ഒരു പ്രശ്നമായി കാണുന്നില്ല, അതൊരു പ്രശ്നമാണെന്ന് പറയുന്നില്ല. പക്ഷെ ഇതെല്ലാം ഒരു പ്രശ്നമായി കാണുന്നു. രീതി എന്താന്ന് വെച്ചാൽ മെഗെ, നമുക്ക് ഈ പുരുഷന്മാർ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ലൈംഗികത ഉണരില്ല, പുരുഷന്മാർക്ക് അത് പെട്ടെന്ന് ഉണരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്ത്രീകൾ അതെല്ലാം മറച്ചു വെച്ച് അവരുടെ ലൈംഗികത ഉണരാതിരിക്കാൻ നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. ഇതാണ് ആ പാട്രിയാർക്കിക്കൽ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, ഇപ്പൊ ഒരു പെൺകുട്ടി രാത്രി പുറത്തിറങ്ങരുത്, പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്, എന്നാൽ പുരുഷൻ പുറത്തിറങ്ങരുത്, എന്നാൽ പീഡനം ഉണ്ടാകില്ലല്ലോ എന്ന് പറയില്ല. ഈ തോട്ടാണ്. ഇപ്പൊ പെൺമക്കളെ അടങ്ങി ഒതുങ്ങി വളരണം, ഡ്രസ്സ് മറയ്ക്കണം, ഷോൾ ഇട്ട് നടക്കണം, സ്ലീവ്ലെസ് ഇടരുത്, ടൈറ്റ് ഡ്രസ്സ് ഇടരുത് എന്ന് പറയുന്നതിനേക്കാളും ഒരു ആൺകുട്ടിയോട് പോയി മോനെ അവൾ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നടക്കട്ടെ, നീ അവളെ ലൈംഗികമായി നോക്കരുത്, ഒരു അപരിചിതയായ ഒരു സ്ത്രീ നീയുമായിട്ട് ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പോ ഒന്നുമല്ലാത്ത, അവളുടെ കൺസെന്റ് ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഒരു ആൺമക്കൾക്കും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. എല്ലാം പെൺകുട്ടികളെ അടക്കിയിരുത്തുക. ഈ ചില ആൺകുട്ടികള് ബോയ്സിന്റെ ഇടയിൽ തന്നെ കേൾക്കുന്ന ഒരു സംസാരമാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് അറിയാം പെൺകുട്ടികളെ അവരെങ്ങനെയാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് എന്റെ പാർട്ണറായ ഞാൻ പറയുന്നത് ഇത്തരത്തിൽ വസ്ത്രം ധരിക്കണം എന്നുള്ളത്. അപ്പോ എനിക്ക് നിന്നെ വിശ്വാസമാണ്, പക്ഷെ അപ്പുറത്ത് നോക്കുന്നവനെ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ആൺകുട്ടികളുടെ മനഃശാസ്ത്രം അറിയാം, അവരിങ്ങനെയാണ് എല്ലാ പെൺകുട്ടികളെയും കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഇത് ഒരു ടോക്സിസിറ്റി അല്ല. ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്തുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, അവർക്ക് കിട്ടാതെ പോയ ആ ഒരു വേ ഓഫ് അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിന്റെ കുറവുണ്ട്, അല്ലെങ്കിൽ ആ പഠിച്ചു വെച്ച് വന്ന ആ ഒരു രീതികളുടെ പ്രശ്നമാണത്. പെൺകുട്ടികളെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ ഈ ലൈംഗികപരമായിട്ടുള്ള രീതിയിൽ അവരെ പറ്റി സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. അതിന് പകരം ആ പെൺകുട്ടി അത് ഇട്ടുകൊണ്ട് നടന്നിട്ടല്ലേ. ഇപ്പോ DJ സന അത്തരത്തിലൊരു വസ്ത്രം ധരിക്കുമ്പോൾ പുരുഷന്മാർ അത് നോക്കുന്നത് കൊണ്ടും പറയുന്നത് കൊണ്ടുമാണോ കുറ്റം എന്നാണ് സനയോട് ചോദിക്കുന്നത്. ആ രീതിയിൽ സനയ്ക്ക് ഇപ്പോ അത്യാവശ്യം വലിയ മാറിടം ഉണ്ടാവുന്നത് സനയുടെ ഒരു പ്രശ്നമാണോ?
അവർ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് വെസ്റ്റേൺ വസ്ത്രങ്ങളാണ്. ഇത് നിങ്ങൾ ഏതൊരു പുറത്ത് യൂറോപ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാലും സ്വാഭാവികമായി അവർ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് DJ സന ഇട്ടിരിക്കുന്നത്. അപ്പോ അവരുടെ പ്രൊഫഷൻ അനുസരിച്ച് അവർക്ക് വെസ്റ്റേൺ വസ്ത്രങ്ങൾ ധരിക്കാനാണ് താല്പര്യം. അവരുടെ മാറിടങ്ങൾ വലുതായത് കൊണ്ട് അവർക്ക് വെസ്റ്റേൺ ധരിക്കരുതെന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങള് DJ അവരുടെ പ്രൊഫഷൻ അനുസരിച്ച് നിങ്ങൾ മ്യൂസിക് കേൾക്കാനാണ് പോകുന്നതെങ്കിൽ അത് കേൾക്കുക, അത് ആസ്വദിക്കുക. അതിനുശേഷം നിങ്ങൾ അവരെ അവിടെ ഉപേക്ഷിച്ച് അവരുടെ വസ്ത്രത്തിൽ കയറി പിടിക്കാതെ തിരിച്ചു വരിക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഇപ്പൊ ബേസിക്കലി ഒരു എവിടെയാണെങ്കിലും ഏത് നാട്ടിലെടുത്ത് നോക്കിയാലും ഹാവിങ് ബിഗ് ബൂബ്സ് ഇസ് എ ക്രൈം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇച്ചിരി വണ്ണമുള്ള കുട്ടികളുടെ കാര്യം എടുത്തു നോക്കുക. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അമ്മമാർ പറയും, ആ മെലിഞ്ഞിരിക്കുന്ന അവൾ ഈ ഡ്രസ്സ് ഇടുന്ന പോലെ അല്ല നീ ഇടുന്നത്, നീ ഷോൾ ഇട്ട് തന്നെ ഇറങ്ങണം, ഇങ്ങനെ പറയും. കുറെ കുട്ടികൾക്ക് ഇതൊരു പുറത്തിറങ്ങാൻ മടിയാവുകയും അതുപോലെ തന്നെ എന്തെങ്കിലും സന്തോഷം, ഭയങ്കര വലിയ ഇൻസെക്യൂരിറ്റിയാണ്. ഇപ്പൊ പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ ഈ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. ആൾക്കാരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പെൺകുട്ടികൾ ഓടാറില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില പെൺകുട്ടികൾക്ക് ഓടാൻ പേടിയാണ്, കാരണം നോട്ടമുണ്ടാകും. വണ്ടി ഓടിച്ചു പോകും. ഇപ്പൊ 2 വീലർ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഒരു റോഡ് ഒരു സൈഡിൽ ഗട്ടർ ആണെങ്കിൽ സൈഡിൽ വരുന്ന വണ്ടികൾ ഇങ്ങനെ ചേർത്ത് വരും. അപ്പൊ ഗട്ടറിൽ വണ്ടി വീഴും, ഒരു മൂവ്മെന്റ് ഉണ്ടാകും, അത് കണ്ട് ആസ്വദിക്കുക. ഇങ്ങനെ പലതരത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നേരിട്ടുള്ള തുറച്ചുനോട്ടം. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോ നമ്മുടെ മുഖത്ത് നമുക്കിങ്ങനെ അറിയാൻ പറ്റും, നമ്മൾ അവരെ നോക്കുമ്പോൾ അവരെ എങ്ങോട്ടാണ് നോക്കുന്നത് എന്ന് മനസ്സിലാകും. അപ്പൊ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകും. അടുത്ത തവണ ട്രെയിനിൽ പോകുമ്പോൾ മറച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോകണം എന്നുള്ള തോട്ട് വരും. നമ്മുടെ എല്ലാം ശരീരം എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിലുള്ളതാണ്. അപ്പോ നമ്മളെക്കാട്ടിൽ വ്യത്യസ്തപരമായിട്ടൊരു കാര്യം കാണുമ്പോൾ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ആ കണ്ണെടുത്ത് മാറ്റുക എന്ന് പറയുന്നതാണ് അന്തസ്. അല്ലാതെ വീണ്ടും നോക്കി അത് ക്രീപ്പി ആകുന്നതിന്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ വായി നോക്കാറുണ്ട്, പെൺപിള്ളേരെയും ആൺപിള്ളേരും ഒക്കെ നോക്കാറുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി പോകുന്നത് കണ്ടാൽ നമ്മളും ആ നല്ല കുട്ടി എന്ന് തോന്നും. പക്ഷെ ആ കുട്ടിക്ക് ഒരിക്കലും അത് ക്രീപ്പി ആയിട്ട് തോന്നില്ല, കാരണം നമ്മൾ സന്തോഷത്തോടെ ആ കുട്ടിയെ നോക്കുന്നു, പോയി കഴിഞ്ഞു. പക്ഷെ ഒരു ആൺപിള്ളേർ, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ചില പുരുഷന്മാർ, ആൺകുട്ടികളെന്നും പറയണ്ട, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങളിൽ മധ്യവയസ്കന്മാരുടെ ഒരു ചെയ്തികളാണ് നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നത്. ഭയങ്കര ക്രീപ്പി ആയിട്ട് നോക്കും, ചില ആംഗ്യങ്ങൾ കാണിക്കും. എന്ത് സന്തോഷമാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് അറിയില്ല. പക്ഷെ ലൈഫ് ലോങ് ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ട്രോമ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. പറയുന്നവർക്ക് പറയാം, നോക്കിയല്ലേ ഉള്ളൂ, നീ അങ്ങനെ കാണിച്ചിട്ടല്ലേ എന്ന് പറയാം. പക്ഷെ ആ ട്രോമ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ അതിനകത്ത് ഇനിയിപ്പോ ഇവർക്ക് എന്തെങ്കിലും ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഇൻസ്റ്റഗ്രാം പേജുകൾ ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേജുകൾ പോയി തപ്പി തുണിയുടെ അളവെടുത്തിട്ട് പറയും, ഇവൾ ഈ തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതല്ല. മസ്തിനയുടെ കേസൊക്കെ നമ്മൾ കണ്ടില്ലേ, അവിടെ വസ്ത്രം കണ്ടില്ലേ, സ്ലീവ്ലെസ് ഇട്ടിട്ട് പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ അവന് സ്വയംഭോഗം ചെയ്യാതിരിക്കാൻ തോന്നുന്നത്? ഇതാണ് അവർക്ക് ഉണ്ടായ അബ്യൂസ് പറഞ്ഞ സമയത്ത് കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ DJ സന പറഞ്ഞപ്പോഴും സെയിം അതേ അവസ്ഥ തന്നെ. നീ ഇത്രയും തുറന്ന് മാറിടം കാണിച്ചുകൊണ്ട് നിന്ന് തുള്ളുകയല്ലേ, ആ സമയത്ത് പിന്നെ ഞങ്ങൾ നോക്കിയില്ല എന്ന് വെച്ചാൽ എന്താ വരിക? ഇത്രയും ഒരു വൃത്തികെട്ട സ്ത്രീ വേറെയില്ല, കുട്ടികൾക്ക് അപമാനമാണ്, വരും തലമുറയ്ക്ക് അപമാനമാണ് എന്നൊക്കെ ഇതാണ് അവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരന്തരം പറഞ്ഞ് ഒരു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കൂടി പോകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ വാക്കുകളാണ് പലരെയും ആത്മഹത്യകളിലേക്ക് തള്ളിവിടുന്നത്. ഇവർക്കും അത് അത്രയധികം വിഷമം ഉണ്ടാക്കിയിട്ടായിരിക്കും അവരതൊന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിട്ട് അവർക്ക് അവരുടെ പ്രൊഫഷനുമായി പോയാൽ പോരെ. പക്ഷെ നിരന്തരം ഇത് കമന്റ് ബോക്സ് മാത്രമല്ല, ഇത് വീഡിയോ കട്ട് ചെയ്ത് വെച്ചിട്ട് റിയാക്ഷൻ ഇടുന്ന ആൾക്കാരും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ സനയുടെ കാര്യം ആലോചിക്കായിരുന്നു. ഇപ്പൊ ഒരാള് നമ്മളെ അപകീർത്തികരമായിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന വികാരം ദേഷ്യമായിരിക്കും. ആദ്യം തോന്നുന്ന ദേഷ്യം, ഇവൻ എന്തോ എന്നെ കുറിച്ച് പറയുന്നതെന്നുള്ള തോന്നലായിരിക്കും ഉണ്ടാകാം. പക്ഷെ സന അതിന്റെ താഴെ വന്ന് വിഷമമാണ് പങ്കുവയ്ക്കുന്നത്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എത്രത്തോളം ആ കുട്ടിക്ക് അത് ഹേർട്ടായിട്ടുണ്ടാകും എന്നുള്ള ബുദ്ധിമുട്ട് തോന്നി. കുറെ കാലങ്ങൾ മുൻപാണെങ്കിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ ഒരു 7-8 വർഷങ്ങൾക്ക് മുൻപ്, ആ നിർഭയ കേസൊക്കെ ഉണ്ടായ സമയത്ത് എല്ലാവരും ചോദിച്ച ചോദ്യമായിരുന്നു ആ സമയത്ത് അവൾ എന്ത് വസ്ത്രമാണ് ധരിച്ചിരുന്നതെന്ന്. ഇപ്പൊ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴ് ഒരു പീഡന കേസ് വാർത്ത കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കില്ല. പക്ഷെ ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന, വളരെ പ്രൈവറ്റ് സർക്കിളുകളിൽ ഫ്രണ്ട്സിനോടൊക്കെ അവൾ എന്തായിരിക്കും ഇട്ടിരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഒരു കൊച്ചു പെൺകുഞ്ഞിനെ, എനിക്കൊന്ന് 6-7 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ ക്ഷേത്രത്തിനുള്ളിലിട്ട് പീഡിപ്പിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും തിരഞ്ഞ ഒരു വീഡിയോ ആയിരുന്നു അത്. ആ പെൺകുട്ടിയുടെ പോൺ വീഡിയോ കിട്ടുമോ, ആ റേപ്പ് വീഡിയോ കിട്ടുമോ എന്ന് പോൺ സൈറ്റുകളിൽ തിരഞ്ഞ വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും എന്നല്ല, ചില വൈകൃതമുള്ള ആൾക്കാരുടെ ചിന്ത ഇങ്ങനെയാണ് പോകുന്നത്. അതിന് പ്രായമോ
ഈ പറഞ്ഞ ഈ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ സോഷ്യൽ സ്റ്റാറ്റസോ ഇതൊന്നും ഒരു ബാധകമേ അല്ല. പെണ്ണാണോ നോക്കണം എന്നുള്ളൊരു തോട്ടാണ്. എല്ലാം നമുക്ക് സെക്ഷുവലി ചിന്തിക്കുമ്പോൾ സ്ത്രീ നമുക്ക് താഴെയാണെന്നുള്ളൊരു കുറെ മനുഷ്യരുടെ തോട്ടാണ്. ഇനി ഇതിനകത്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ DJ സനയുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുന്നത് പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളും കമന്റ് ഇടാറുണ്ട്. സ്ത്രീകളും എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇച്ചിരി ഓവറാണ്, ഞാൻ ആരുടെയും മുന്നിൽ ഇങ്ങനെ പോയി നിൽക്കാറില്ല എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഓവറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടാതിരിക്കുക, നിങ്ങൾ അങ്ങനെ പോയി നിൽക്കാതിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭാഗത്തേക്ക് നോക്കാതിരിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ അവരെ പോയി ഒന്നും പറയാനുള്ള യാതൊരുവിധ അവകാശങ്ങളും നിങ്ങൾക്ക് തന്നിട്ടില്ല. അല്ലെങ്കിൽ അവർ സമൂഹത്തിലേക്ക് എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ വല്ലതും നടത്തുന്നുണ്ടെങ്കിൽ രാജ്യസ്നേഹത്തിന്റെ ഭാഗമായി നമ്മൾ പറയുമെന്ന് പറയാം. അല്ലാതെ അവർ ധരിക്കുന്ന വസ്ത്രം വെച്ചിട്ടൊക്കെ ഒരാളെ വിലയിരുത്തുന്ന രീതി എന്ന് പറയുന്നത് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ സംസ്കാരമില്ലായ്മയുടെ പ്രശ്നമാണ്, അല്ലാതെ സനയുടെയോ അല്ലെങ്കിൽ ഇത്തരം ഈ പെൺകുട്ടികളുടെ ഒന്നും പ്രശ്നമല്ല. അത് നിങ്ങളുടെ സംസ്കാരമില്ലായ്മയുടെയും അതേപോലെ നിങ്ങളുടെ അറിവ് വളരെ ചെറുതായതിന്റെയും പ്രശ്നമാണ്. ആ ഒരു കമന്റ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സന എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. മ്യൂസിക് ആയിട്ട് മാത്രം ആ പെൺകുട്ടിയെ കാണുക. അപ്പൊ നിങ്ങൾക്ക് അവര് ധരിക്കുന്ന വസ്ത്രം മോശമാണെന്ന് തോന്നില്ല, അവരുടെ നിറം മോശമാണെന്ന് തോന്നില്ല, അവരുടെ മാരടങ്ങൾ മോശമാണെന്ന് തോന്നില്ല, ഒന്നും തോന്നില്ല. അവരുടെ പ്രവൃത്തി വെച്ചും അവരുടെ ക്യാരക്ടർ വെച്ച് നിങ്ങൾ അളർക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം മനോഹരമായിരിക്കും. നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നാത്തതിന്റെ പ്രശ്നം നിങ്ങളാണ്. തടിച്ചത് മേഘയ്ക്ക് ഇപ്പോ മെലിഞ്ഞ ബ്യൂട്ടിഫുൾ ആയി തോന്നില്ല എന്നുണ്ടെങ്കിൽ അത് മേഘയുടെ പ്രശ്നമാണ്. തടിച്ചത് എനിക്ക് ബ്യൂട്ടിഫുൾ ആയി തോന്നില്ലെങ്കിൽ എന്റെ പ്രശ്നമാണ്. എല്ലാത്തിനെയും നിങ്ങൾക്ക് മനോഹരമായി കാണാൻ പറ്റുന്ന ഒരു സമയം എത്തുമ്പോഴാണ് ആ ഒരു ഭംഗി എല്ലാത്തിലും തോന്നുന്നത്. അല്ലാത്തടത്തോളം കാലം നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ അങ്ങോട്ട് ചിന്തയുടെ പ്രശ്നമാണ്, കാഴ്ചയുടെ അല്ല.